ഒരു താമര കുറച്ച് വലുതായി കഴിഞ്ഞ് വളർച്ച കുറയുന്നതായിട്ട് കാണും. അപ്പോൾ അത് താമര റീപ്പോർട്ട് ചെയ്യണം. ഇതുണ്ട്, ഇത് കാവേരി ഇനത്തിലുള്ളൊരു താമരയാണ്. ഇതുണ്ട്, ഇതിപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ നടന്നതിൻ്റെ ഇതാണ് ട്യൂബർ. ഇതിപ്പോൾ അത്ര നല്ല ട്യൂബറല്ല. അപ്പോൾ ഇത് ഏറ്റവും നല്ല ട്യൂബർ. ഇതൊക്കെ നല്ല ട്യൂബർ. അത് ഇത്രയും ട്യൂബർ മേടിക്കും. ഇനി ട്യൂബറാണ് താമരയ്ക്ക് ഏറ്റവും നല്ല ഇടാൻ ട്യൂബറാണ് നല്ലത്. ഇതും നല്ല ട്യൂബറാണ്. അപ്പോൾ അത് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പിന്നെ അത് ഈ പോട്ടിങ് എടുത്തിട്ട് എല്ലുപൊടി ഇടിയാണ് കുറച്ച്. ഒരു കിലോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഇടണം. അപ്പോൾ ഇതിപ്പോൾ 1 കിലോളം 1 കിലോ അടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് 2 ഇഞ്ച് കനത്തിന് നമ്മൾ ഉണക്ക ചാണകം അടിയാണ് പൊടിച്ചിടണം. ഇതുണ്ട്, അപ്പോൾ 2 ഇഞ്ച് 2 ഇഞ്ച് നമ്മുടെ വിരലിൽ തന്നെ ഉണ്ട്. 2 ഇഞ്ച് ഇതുണ്ട്, ഇത് 2 ഇഞ്ചാണ്. കണ്ട അതെ, 2 ഇഞ്ച് കനം. ഇത്ര 2 ഇഞ്ച് കനം ഉണ്ട്. അപ്പോൾ 2 ഇഞ്ച് കനത്തിലിടണം. അപ്പോൾ ഈ ചാണകം നമ്മൾ എടുക്കാൻ നേരത്ത് സൂര്യപ്രകാശം കൊണ്ട് ചാണകം എടുക്കരുത്. വെയിലത്ത് തണലത്തുണങ്ങിയ ചാണകമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സൂര്യപ്രകാശമായിട്ട് കൊണ്ട ചാണകത്തിന് ക്വാളിറ്റി കുറവായിരിക്കും. അത് ആരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ പാത്രങ്ങളായി. കണ്ട കല്ലും മണ്ണൊക്കെ കളഞ്ഞ് നല്ല ഇതുണ്ട്, ചവറോ അത് കല്ലൊക്കെ എടുത്ത് മാറ്റണം. കണ്ട അരപ്പാത്രത്തോളമായി. വെള്ളം നിറയ്ക്കണം. അത് കഴിഞ്ഞ് മണ്ണിൻ്റെ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, മണ്ണിൻ്റെ ലെവലിൽ ഏതാണ്ട് ഇത്ര ഭാഗങ്ങളും വെള്ളം നിറയണം. ഇത് ഇത്ര ഭാഗങ്ങൾ, ഇത് വേണ്ട, ഈ ഭാഗങ്ങൾ ആ മണ്ണിൻ്റെ ലെവലിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. ഉണ്ടോ? ഇതുപോലെ പാടത്തുള്ള ചെളിമണ്ണ് ഉപയോഗിച്ചാലും മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചെളിമണ്ണിൽ ഇതുപോലെ കറുത്തിരിക്കും. പിന്നെ തന്നെ നമ്മുടെ ഇതുപോലെ പൂഴിമണ്ണും ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ പൊടി മണ്ണിലായിരിക്കും. ഇതിൻ്റെ കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം വയ്ക്കാം. അങ്ങനെയും ചില ഇങ്ങനെ കിട്ടാൻ വരുമ്പോൾ ഇങ്ങനെയും ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഏറ്റവും നല്ലത് ചെളിമണ്ണാണ് ഏറ്റവും നല്ലത്. മറ്റേ ചെളിമണ്ണെന്ന് പറയുമ്പോൾ പാടത്തെ മണ്ണാണ് നല്ല. പിന്നെ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ണും കുഴപ്പമില്ല. അപ്പോൾ താമര നടാൻ ഇങ്ങനെയുള്ള മണ്ണ് ഉപയോഗിക്കണം. അപ്പോൾ ഇത് നടാൻ വേണ്ടി സൈഡിലേ നടാവോ. ഇപ്പോൾ പറഞ്ഞ സൈഡിൽ നട്ടിരിക്കുകയാണ്. അപ്പോൾ നടുക്കൊരിക്കലും നട്ടു പോകരുത്. ഈ സൈഡിൽ ഭാഗങ്ങളിലെ നടാവോ. ഈ സൈഡിൽ ഇതിൻ്റെ കണ്ട, ഇപ്പോൾ സൈഡിൽ നടണം. കണ്ട ഇതും കണ്ടത് എങ്ങനെയാണാവോ. ഇതിൻ്റെ ട്യൂബർ നടേണ്ട വിധങ്ങളായത്. കണ്ട,
ഇനി ഇനി മൊത്തത്തിൽ ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക്ക് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൊക്കത്ത് വെച്ചാൽ അതിൻ്റെ പുറത്ത് ഒഴിച്ചാലും മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നട്ടാ മുളയ്ക്കൊരു ഇളക്കം തട്ടും. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വന്നോളും. പിന്നെ മാക്സിമം ഇത്ര വെള്ളം ഒരു 3 ഇഞ്ച് ഓളം വെള്ളം പൊങ്ങിയെന്നാൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ താമര അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് നടാം. ഈ നമ്മുടെ താമരയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വളർച്ചക്കുറവ് വരും. പൂ കുറേ നാൾ നട്ട് കഴിയുമ്പോൾ വളർച്ചക്കുറവും താമരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ കുറഞ്ഞു വരാൻ നേരത്ത് നമ്മൾ ഇത് ഇത്ര ഒരു എല്ലുപൊടി, കുറച്ച് എല്ലുപൊടി ടിഷ്യൂ പേപ്പറോ അല്ല തുണിയിലോ കനം കുറഞ്ഞ തുണിയിലോ പൊതിഞ്ഞിട്ട് ഇതുപോലെ പൊതിയണം. ഇതിപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ കാണിച്ചിരിക്കണം. ഇതുപോലെ പൊതിഞ്ഞിട്ട് ഈ ഇതിൻ്റെ സൈഡിൽ വെക്കണം. സൈഡിൽ കുഴിച്ച് വെക്കണം. ഇതിപ്പോൾ വേറെ ഒരെണ്ണം കാണിച്ചാൽ അതേ കണ്ട സൈഡിൽ കുഴിച്ച് വെച്ചാൽ. പിന്നെ അല്ലെങ്കിൽ NPK 19 കുറച്ച് ഒരു 2 ഗ്രാമോളം ഇതേപോലെ തന്നെ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്രാം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതേപോലെ സൈഡിൽ കുഴിച്ചിടുക. NPK 19 2 ഗ്രാമോളം മതിയാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇതിൻ്റെ പായലൊക്കെ ഇങ്ങനെ ഈ താമരയിൽ ഇങ്ങനെ പായൽ വരും. അപ്പോൾ താമരയിൽ പായൽ വരാൻ നേരത്ത് ഇത് ഇത്ര കുമ്മായം സ്വല്പം ഏതാണ്ട് 2 ഗ്രാം കൊണ്ട് ഉള്ളതെന്ന് തോന്നണം. 2 ഗ്രാമേ ഉള്ളൂ അല്ലേ? 2 ഗ്രാമിൽ ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ ഇങ്ങനെ പൊതിയണം. എന്നിട്ട് പൊതിയണമുണ്ട്. പൊതിഞ്ഞിട്ട് ഇതേപോലെ ഇപ്പോൾ നമ്മൾ വേറെ പറഞ്ഞതില്ല. ഇതേപോലെ ഈ പായൽ ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ വെച്ച് അടിയിൽ താത്തി പൊതിഞ്ഞ് വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ പിന്നെ പായലൊക്കെ മാറുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡോളോമേറ്റായാലും മതി കുമ്മായത്തിന് വരെ. അതിപ്പോൾ നമ്മളെടുത്ത് 2 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ തുടർന്ന് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, വാച്ച് ചെയ്യണം. എല്ലാവർക്കും നന്ദി. സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം. സൂര്യപ്രകാശത്തെ ഇത് നടാവോ. സൂര്യപ്രകാശം മസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാലേ ഇത് കിളിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. തണലത്തിൽ കൊണ്ട് വയ്ക്കരുത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ.